ആദ്യം നമ്മുടെ ഹീറോ ഹിറ്റ്ലർ മാധവൻകുട്ടി. അനീത്തിമാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനീത്തിമാരെ ഇഷ്ടമെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, അവനെ ഓടിച്ചിട്ട് തല്ലും. അത്രയ്ക്ക് സ്നേഹമുള്ള ചേട്ടനാണ് കേട്ടോ. കുഞ്ഞുനാൾ മുതൽ പറഞ്ഞു വെച്ച മുറച്ചെറുക്കനെയാണേലും അനീത്തി സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിക്കാൻ പോയാൽ അന്നേരം വെട്ടുകത്തിയായിട്ട് ഇറങ്ങും. അത്രയ്ക്ക് സ്നേഹമുള്ള ചേട്ടനാണ് കേട്ടോ. പാടില്ലാത്തൊക്കെ ചെയ്തു, എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. ഇതിന് നിന്നെ ഞാൻ തെറ്റു പറയില്ല, അയാളെയും തെറ്റു പറയാൻ പറ്റില്ല. തെറ്റു മുഴുവൻ എന്റെ. അയാള് പറഞ്ഞു, നീ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കില്, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കില് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഞങ്ങള് സീത ചേച്ചി വെറും പാവമായതുകൊണ്ട് എന്തും അനുസരിപ്പിക്കാന്ന് കരുതണ്ട. ഈ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. മഹായാന മൂവിയിലെ നായകനെ നായികയെ നോക്കിയാലോ. ആണെന്ന് വാരി പിടിച്ചാ തളർന്നു പോകുന്ന പെണ്ണാടി നീ. ആണെന്ന് വാരി പിടിച്ചാ തളർന്നു പോകുന്ന പെണ്ണാടി നീ. അത് നമ്മൾ ഓർക്കും ചേച്ചിക്ക് നല്ല പകയുണ്ട്, ചേച്ചി തരം കിട്ടിയ ചേട്ടനെ വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ തള്ളിയിട്ട് കൊല്ലുമായിരിക്കും എന്ന് ഓർക്കും. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചേച്ചി ഒരൊറ്റ ചോദ്യമാണ്, നമ്മൾ ഞെട്ടിപ്പോവും. ഉത്സവത്തിന് കൊണ്ടുപോകും. കന്മത മൂവിയിലെ ഹീറോയുടെ ഒരു കിടിലൻ ഡയലോഗ്. പെൺകുട്ടികളോട് അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുകയെന്നൊക്കെ പറയുന്നത് ശരിയാണോ കുമാരേട്ടാ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാരെ? അതാ നോക്കൂ, ഞാൻ കുറച്ച് ടെൻഷനിലാണ്, അതുകൊണ്ടാണ് എന്നെ വിടില്ല. എന്റെ അടുത്ത് കളിക്കാൻ വന്ന ആരാ ഞാൻ നോക്കില്ല. കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാരെ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാരെ? കുമാരേട്ടനും ഇല്ലേ പെങ്ങന്മാരെ? ഈ സീനിൽ നിന്നും ആ മഹായാനം മൂവിയിലെ സീനിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ശത്രു ഇങ്ങനെ നമ്മുടെ നേരെ ആയുധവുമായിട്ട് വന്നാൽ വെറുതെ നമ്മൾ കരാട്ടെ ഒന്നും കാണിച്ച് കഷ്ടപ്പെടേണ്ട വരില്ല. അതൊക്കെ വെളിയിൽ, ഇവിടെ അഭിനയം മാത്രം മതി. എന്താ ഇത്? ചുമ്മാ കെട്ടിപ്പിടിക്കുക, വേണ്ടാത്തടത്തൊക്കെ തൊടുക. വേണ്ടാത്താണെങ്കിൽ എന്തിനത്ര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? വേണ്ടാത്താണെങ്കിൽ എന്തിനത്ര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? ആ നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്കെ പിടിച്ച് സുഖിച്ചിരുന്നോടാ, പിടിച്ച് സുഖിച്ചിരുന്നോടാ. വന്ദന മൂവിയിലെ ഹീറോയുടെ പ്രണയം കണ്ടാൽ നമ്മുടെ കണ്ണും നിറഞ്ഞു പോകും കേട്ടോ. ആദ്യമായിട്ട് ഹീറോയിനെ കാണുന്ന കട്ടിലടിയിൽ വെച്ചാ കേട്ടോ, അതും ഡ്രസ്സ് മാറുമ്പോൾ. എന്നിട്ട് അതിന്റെ പേരാണ് ദിവ്യ പ്രണയം. എന്നിട്ടോ കണ്ട അന്ന് മുതൽ അതിനെ ബസ് സ്റ്റോപ്പിലും ഓഫീസിലും ഒക്കെ പോയി ശല്യം ചെയ്യുക. അതിന്റെ പേരാണ് ഹീറോയിസം കേട്ടോ. ആ കുട്ടി പലവട്ടം തനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരു പ്രത്യേകതരം ഹീറോ. നിങ്ങളെ ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു. ജോലി തെറിപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഐ ലവ് യു പറയിക്കുന്നു. എന്നോട് പറ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. ഞാനൊരു തെറ്റേ ചെയ്തുള്ളൂ. ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം നിന്നെ അറിയിച്ചില്ല. അത് മനഃപൂർവ്വമല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി. കാരണം പ്രേമിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് തെറ്റായിപ്പോയെങ്കിൽ ഈ നിമിഷം എല്ലാം മറക്കാൻ ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. മൈ ലവ് ഫോർ യു സിൻസിയർ. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് കുറെ ദിവസം. ഹീറോ